നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോഡെസ്കിൻ്റെ ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ഡിപ്ലോമ 5th സെമസ്റ്റർ ഓട്ടോമൊബൈൽ സ്റ്റുഡൻസിൻ്റെ ലാബുകളിലൊന്നാണ് ഓട്ടോകാഡ്. ഓട്ടോകാഡ് 2D ഡ്രോയിങ്സ് ആണ് 5th സെമസ്റ്ററിൽ ലാബായിട്ട് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റിൽ എന്താണ് ഓട്ടോകാഡ് എന്നുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്, ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കാഡ്? കാഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയാം? കാഡ് എന്ന് പറയാം. അപ്പം എന്തൊക്കെയാണ് കാഡിൻ്റെ അഡ്വാൻറ്റേജസ്? കാഡിന് പെട്ടെന്ന് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏത് ഡ്രോയിങ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഹൈ ക്വാളിറ്റിയാണ്, ഡിസൈനിനൊക്കെ എന്താണ് ഹൈ ക്വാളിറ്റിയാണ്. അതേപോലെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫിക്കേഷൻസ് നടത്താൻ പറ്റും. ഇതിൽ ഈസി മോഡിഫിക്കേഷൻസ് പോസിബിൾ ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, ചിലപ്പോൾ ഒരു സൈസ് ചേഞ്ചിങ് ഒക്കെ എന്ത് ചെയ്യും? ഈസി ആയിട്ട് നടത്താൻ പറ്റും കാഡ് ഡ്രോയിങ്സിൽ. അപ്പോൾ അതേപോലെ തന്നെ ഷെയറിങ്, ഫയൽ ഷെയറിങ് എന്താ അതേപോലെ തന്നെ ഈസി ആയിരിക്കും. ഇലക്ട്രോണിക്സ് ആയിട്ട് സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് പിന്നെ എവിടേക്കെങ്കിലും ഡാറ്റ ഷെയറിങ് ഈസിയാണ്. സാധാരണ നോർമൽ ഡ്രോയിങ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ ഷെയറിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഈസി ഷെയറിംഗ് ആണ്. അതേപോലെ ഈസി മോഡിഫിക്കേഷൻസ് ആണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? എന്നാ കാഡിനുണ്ട്. അപ്പം കുറേ കാഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാഡ് സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ്. ഓട്ടോകാഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഇതാണ് ഓട്ടോകാഡ്. ഓട്ടോകാഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇത് ഓട്ടോകാഡ്. ഇത് മെയിനായിട്ട് 2D ആൻഡ് 3D ഡ്രോയിങ്സ് ഡിസൈൻ ചെയ്യാനും അതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റിൽ എന്തൊക്കെയാണ് ഒരു ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിൽ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഓട്ടോകാഡിൻ്റെ ഒരു വിൻഡോ. ഇതിൽ മേലെ ടോപ്പ് പോർഷനിൽ ഒരു ആപ്ലിക്കേഷൻ ബട്ടൺ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ബട്ടൻ്റെ ഉള്ളിൽ സേവ്, ഓപ്പൺ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതേപോലെ തൊട്ട സൈഡിൽ തന്നെ കാണുന്നതാണ് എന്ത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ന്യൂ, ഓപ്പൺ, സേവ് തുടങ്ങിയ ബട്ടൺസാണ് എന്ത് ചെയ്യാറ്? ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടാവാറ്. അതിന് തൊട്ടപ്പുറത്തുള്ളതാണ് ടൈറ്റിൽ ബാർ. തൊട്ടപ്പുറത്ത് നമ്മളെ ഫയലിൻ്റെ പേരും ഇതൊക്കെ കാണിക്കുന്ന പോർഷനാണ് എന്ത് പറയുക? ടൈറ്റിൽ ബാർ എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സെർച്ച് ബാർ അടങ്ങിയ ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട്. അതിനെ പറയുന്നത് ഇൻഫർമേഷൻ വിൻഡോ എന്നാണ്. അതിന് താഴെ കാണുന്ന പോർഷൻ ടൂൾസും ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന പോർഷൻ പറയുന്ന പേരാണ് റിബൺ. ഇവിടെയാണ് നമ്മുടെ ഓട്ടോകാഡ്സിൻ്റെ ടൂളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അടിയിലുള്ളതാണ് ഫയൽ ടാബ്. ഫയൽ ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നിരിക്കുന്ന ഫയൽ, ഏത് ഫയലാണോ തുറന്നിരിക്കുന്നത് ആ ഫയലിൻ്റെ ടാബ്. ഒന്നിലധികം ഫയൽസ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ ടാബ് എന്ത് ചെയ്യും? ആ ഫയലിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഒരു ബ്രൗസറിനകത്ത് വിൻഡോ തുറന്നാൽ കാണിക്കുന്ന പോലത്തെ ടാബാണ് ഇവിടെ കാണാം. അതിൽ ഫസ്റ്റത്തെ ടാബ് എന്ന സ്റ്റാർട്ട് ടാബ്. ഒരു പുതിയ ഡ്രോയിങ് തുടങ്ങണമെങ്കിൽ ആ സ്റ്റാർട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഡ്രോയിങ് അടിച്ചാൽ എന്ത് ചെയ്യും? പുതിയ ഡ്രോയിങ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇതിൻ്റെ തൊട്ട താഴെയായിട്ട് ഒരു ക്യാൻവാസ് കൺട്രോൾ ഉണ്ടാകും. അവിടെ ഏത് വ്യൂ ആണ്, പിന്നെ 2D ഡ്രോയിങ് ആണോ 3D ഡ്രോയിങ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? കാണിക്കും. ടോപ്പ് വ്യൂ ആണോ, പിന്നെ ഏത് വ്യൂ ആണ്, അതേപോലെ 2D ആണോ 3D ആണോ, ഇവിടെയൊക്കെ കാര്യങ്ങൾ കാണിക്കുന്ന വ്യൂ പോർട്ട് കൺട്രോൾ അല്ലെങ്കിൽ ക്യാൻവാസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിന് താഴെ ഗ്രാഫ് പോലെ കാണുന്ന പോർഷനാണ് എന്ത്? ഡ്രോയിങ് ഏരിയ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊത്തം ഡ്രോയിങ്സ് വരച്ചെടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ. അതിന് താഴെ സൈഡിൽ ഇവിടെ കാണുന്നതാണ് നാവിഗേഷൻ ബാർ. ഈ നാവിഗേഷൻ ബാർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണേ? ഒരു ചെറിയൊരു പോർഷൻ സൂം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെക്കണമെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നാവിഗേഷൻ ബാറാണ് ഉപയോഗിക്കാറ്. നെക്സ്റ്റ് വ്യൂ ക്യൂബ്. ഇവിടെ ഈ സൈഡിൽ ഒരു വ്യൂ ക്യൂബ് എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. ഇതാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് വ്യൂ. 3D ഡ്രോയിങ്സിൻ്റെ കേസിലാണ് മെയിനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാറ്. ഏത് ഡ്രോയിങ് ആണ്, ഏത് വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഈ വ്യൂ ക്യൂബ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് കമാൻഡ് ലൈൻ. കമാൻഡ് ലൈനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കമാൻഡ്സ് ടൈപ്പ് ചെയ്യും. അതേപോലെ തന്നെ കമാൻഡിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് വരുന്നതും കമാൻഡ് ലൈനാണ്. അതിൻ്റെ അടിയിൽ താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിൽ കുറേ സ്വിച്ചസ് ഉണ്ട്. വർക്ക് സ്പേസ് സ്വിച്ചിങ് മെനു ആണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യും?
സ്റ്റാറ്റസ് ബാറിലെ ക്വിക്ക് ആക്സസ് ബട്ടൺസ് ആണ് ഈ സൈഡിലുള്ള. ഈ ആക്സസ് ബട്ടൺസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസ്, ഈസി ആയിട്ടുള്ള ഫങ്ഷൻസ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണിത്. ഇവിടെ ഉപയോഗിച്ച് ഇതിലെ ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഓരോ ഫീച്ചറും ഓണും ഓഫും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു ഡ്രോയിങ് എങ്ങനെ വരക്കുന്നത് നോക്കാം. നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രോയിങ് ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റും 70 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതേപോലെ തന്നെ 2 സർക്കിളും വരുന്നൊരു സിമ്പിൾ ഡ്രോയിങ്. ഈ ഡ്രോയിങ് എങ്ങനെയാണ് വരക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പോസിറ്റ് ഓട്ടോകാഡ് എന്ത് ചെയ്യാം, ഓട്ടോകാഡിൻ്റെ ഐക്കൺ ഉണ്ടാവും. ഇവിടെ സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓട്ടോകാഡ് എന്ന് കാണാം. ഓട്ടോകാഡിൻ്റെ സിമ്പിളും ഐക്കണും ഇത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോകാഡ് ഓപ്പൺ ആയി വരും. ഓട്ടോകാഡ് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ട് സ്ക്രീൻ ഇതിങ്ങനെ ആയിരിക്കും. ഇതിൽ സ്റ്റാർട്ട് ഡ്രോയിങ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുതിയ ഡ്രോയിങ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എന്ത് ആപ്ലിക്കേഷൻ മെനു. ആപ്ലിക്കേഷൻ മെനുവിൽ ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, ഡ്രോയിങ്ങിൻ്റെ ബാക്കി ചെറിയ ചെറിയ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ക്വിക്ക് ആക്സസ് മെനു, ഇതാണ് ടൈറ്റിൽ ബാർ. പിന്നെ ഇവിടെ ഇൻഫർമേഷൻ മെനു, ഇതാണ് റിബൺ. ഇതിൽ എന്തുണ്ട്, കുറേ ഐക്കൺസ് ഉണ്ട്. ഐക്കൺസ് അല്ല, കുറേ സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡ്രോയിങ് സെക്ഷൻ. ഈ ഡ്രോയിങ് സെക്ഷനിലാണ് നമ്മൾ എന്ത് വരുന്നത്, ലൈന്, പോളി ലൈന്, അതേപോലെ സർക്കിള്, അങ്ങനെ വരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ടൂൾസ് ഒക്കെ വരുന്നത് എന്തിനാണ്, ഈ ഡ്രോ എന്ന് പറഞ്ഞ പോർഷനിലാണ്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്റ്റീവ് ലൈൻസ് ഒക്കെ വരുന്നത്, എൻ്റെ ടൂൾസ് ഒക്കെ വരുന്ന ഒരു പോർഷനാണ് എന്ത്, കൺസ്ട്രക്ഷൻ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന അടുത്ത ഒരു പോർഷനാണ് മോഡിഫിക്കേഷൻ ടൂൾസ്. അതായത് വരച്ച ഒരു ലൈനിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ഒരറ്റം ലെങ്ത് ലേശം കൂടിപ്പോയാൽ എങ്ങനെ കുറക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ, ജസ്റ്റ് ഒരു സാധനത്തിൽ മൂവ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത്, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ് എന്ത്, ഈ മോഡിഫൈയിങ് കമാൻഡ്സിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ നമുക്കൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് സ്റ്റാർട്ട് ഡ്രോയിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് ഡ്രോയിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ഡ്രോയിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രോയിങ് വിൻഡോൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഈ ഗ്രാഫ് പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഈ ഡ്രോയിങ് വരക്കാറ്. ഡ്രോയിങ് വരക്കാറ്. ഇതിൻ്റെ അടിയിൽ താഴത്ത് ഒരു XY ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 2D ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ എക്സും വൈ ഉള്ളൂ. ഇനി എന്ത് 3D ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു സെറ്റ് ആക്സും കൂടി വരും. അപ്പം ഇതാണ് എന്ത്, കമാൻഡ് ലൈൻ. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, കമാൻഡ്സും അതേപോലെ തന്നെ ഓട്ടോകാഡിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഷോ ചെയ്യുക. ഏതെങ്കിലും ഒരു കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ടൂൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യും, ഈ കമാൻഡ് ലൈനിൽ കാണിച്ചു തരും. അതേപോലെ ഇവിടെ താഴത്താണ് ക്വിക്ക് ആക്സസ് ബട്ടൺസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബാർ ബട്ടൺസ്. ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫീച്ചേഴ്സും ഓണും ഓഫും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈന് വരക്കുന്നതിനാണ് നോക്കാം. ജസ്റ്റ് ലൈനിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഇവിടെ എഴുതി കാണിക്കും എന്താ ചെയ്യേണ്ടത്. ആ കമാൻഡ് ലൈനിൽ എഴുതി കാണിക്കും എന്താണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, ഈ മൗസ് മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം എന്താ വേണ്ടി അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഒരു ലൈന് കിട്ടും. അപ്പോൾ ലൈന് വരക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു പോയിന്റിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ലൈൻ എടുക്കുക. ആദ്യം ലൈൻ എടുക്കുക. എന്നിട്ട് ഏത് പോർഷൻ എവിടെയാണ് ലൈൻ വരക്കുന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് മൗസിനെ വെറുതെ വിട്ടേക്കുക. ജസ്റ്റ് കഴിഞ്ഞിട്ട് ഏത് ഭാഗത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് മൗസിനെ മൂവ് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ എവിടെ നമുക്ക് എൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് ലൈൻ കിട്ടും. ഇനി ഈ ലൈനിന് ലെങ്ത്, എത്ര ലെങ്ത് വേണം അതൊക്കെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേലെ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഇവിടെ 2106 കാണില്ലേ, അതെന്താ, ആ ലൈനിൻ്റെ ലെങ്ത് ആണ്. ലൈനിൻ്റെ ലെങ്ത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെത്ര, നമുക്കൊരു 1500 ആണ് നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, 1500 mm ഉള്ള ഒരു ലൈൻ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ 1500 അടിച്ചിട്ട് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഒരു ലൈൻ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും, ഈ ഒരു പോർഷൻ ഒന്നുകൂട്ടം വരെ
ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ 1500 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. ഇപ്പോൾ ലൈൻ ഒരു കമാൻഡിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അത് പുറത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എസ്കേപ്പ് എന്നുള്ള കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ലൈനിൻ്റെ ഉള്ളിൽ കയറി ലൈൻ അടിച്ചു, ലൈൻ എന്ന് പറഞ്ഞ കമാൻഡിന് ഒന്നുമില്ല ഇവിടെ കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലൈനിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈനിന് ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ ലൈൻ വരും. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈൻ എന്ന് പറഞ്ഞ കമാൻഡ് ഉള്ളിലേക്ക് കയറും. ഇനി ആ കമാൻഡ് ഉള്ളിൽ നിന്ന് ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ലൈൻ വരച്ചു തുടങ്ങാം. നെക്സ്റ്റ് ഫസ്റ്റിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് വൺ ഡയറക്ഷനിലേക്ക് ലൈൻ വരച്ചു. ലൈന് നമുക്കിവിടെ എൻഡ് ചെയ്തു. അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റിലേക്ക് നമ്മുടെ തിരിച്ചു കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യില്ല, ലൈന് എന്ന് പറഞ്ഞ കമാൻഡ് എൻഡ് ആവില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അടുത്തൊരു ഒന്നുമില്ല എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ വേറൊരു കമാൻഡ് എടുക്കുന്നവരെ എന്ത് ചെയ്യും, ഈ ലൈൻ എന്ന് പറഞ്ഞ കമാൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, എസ്കേപ്പ് അടിക്കുക, അല്ലെങ്കിൽ പുതിയൊരു കമാൻഡ് വേറെ ഏതെങ്കിലും കമാൻഡ് ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, സർക്കിൾ എന്നുള്ള കമാൻഡോ അല്ലെങ്കിൽ ലൈൻ വേറെ ഏതെങ്കിലും കമാൻഡ് ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, ആ കമാൻഡ് ഉള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ എൻഡ് അടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എസ്കേപ്പ് അടിച്ചാൽ മതി. ഒരു കമാൻഡ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എസ്കേപ്പ് എന്നുള്ള കീ അടിച്ചാൽ മതി, കീബോർഡിൽ എസ്കേപ്പ് കീ അടിച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലൈന് വരക്കാം. അതേപോലെ തന്നെ ഈ ലൈൻ തന്നെ ഈ ലൈന് നിങ്ങൾക്ക് വരക്കുമ്പോൾ കാണാം, അതിൻ്റെ മേലെ എന്തുണ്ട്, ഈ അനോട്ടേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് 2000 എത്ര ലെങ്ത് ഉണ്ട്, അതേപോലെ സൈഡിൽ 13 എന്ന് പറഞ്ഞ ആംഗിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനോട്ടേഷൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ ആക്കിയിടുന്ന സ്വിച്ചാണ് എന്ത്, ഡൈനാമിക് ഇൻപുട്ട്. F12 എന്ന് പറഞ്ഞ കീ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ആവും ഓഫ് ആവും ചെയ്യും. ഇപ്പം നമുക്ക് കാണാം ഡൈനാമിക് ഇൻപുട്ട് ഓഫ് ഓൺ ആവുന്നത്. ഇതിപ്പം F12 ഇവിടെ താഴെ ഉള്ള പ്ലസ് വരുന്ന ഈ ഒരു പിന്നെ സ്വിച്ച് ഓണും ഓഫും, നീല കളറാണെങ്കിൽ ഓൺ ആണ്, അല്ലെങ്കിൽ എന്താ ബ്രൗൺ ആണെങ്കിൽ ഓഫ് ആണ്. ഓൺ ഓഫ് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഈ ആംഗിളും ഇതും കാണിക്കുന്നത് എന്താവും, ഇല്ലാണ്ടാവും. അപ്പം നിങ്ങൾ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ ഒരു ലൈന് വരക്കുമ്പോൾ ഇങ്ങനെ ഇൻപുട്ട് കാണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം ഓൺ ആക്കി വെക്കുക. അതിനുശേഷം വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ലെങ്ത് അല്ലെങ്കിൽ ആംഗിൾ ഇതൊക്കെ കാണിക്കും. അത് എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ലൈൻ വരച്ച് നമുക്കിപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ ലൈൻ വരക്കാം. ജസ്റ്റ് ലൈൻ എത്താം, ഏത് ആംഗിളിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ലൈൻ വരച്ചിടാം. അപ്പം വരക്കുന്ന ലൈൻസ് ഇനി സ്ട്രെയിറ്റ് ലൈൻസ് 90 ഡിഗ്രിയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ് നമുക്ക് വരക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തൊട്ടടുത്തൊരു കമാൻഡ് ഉണ്ട്, ഓർത്തോ മോഡ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇനി വരക്കുന്ന ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും, 90 ഡിഗ്രിയിൽ മാത്രമേ പോകും. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിലൊന്നും എന്ത് ചെയ്യില്ല, ലൈൻസിനെ വരക്കാൻ ഓട്ടോകാഡ് സമ്മതിക്കില്ല. അപ്പം ഇതാണ് എന്ത്, ലൈൻ കമാൻഡിൻ്റെ അത് ഓർത്തോ എന്നുള്ള മോഡ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏത് ഷേപ്പാണ് വരക്കേണ്ടത് ആ ഷേപ്പിൽ 90 ഡിഗ്രി മാത്രമേ എന്ത് ചെയ്യൂ, പോസ് വരക്കാനുള്ള പോസ് സമ്മതിക്കുള്ളൂ. അപ്പോൾ 90 ഡിഗ്രിയിൽ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈൻസ് 90 ഡിഗ്രിയിൽ മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന കമാൻഡാണ് എന്ത്, ഓർത്തോ. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ 30, 60, 90 ആ ഡിഗ്രീസിലേക്ക് മാത്രം ഒരു ലൈനിനെ സെറ്റ് ചെയ്യുന്ന, ലൈനിൻ്റെ ഡ്രോയിങ് സെറ്റ് ചെയ്യുന്ന റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കമാൻഡിനെ പറയുന്ന പേരാണ് പോളാർ ട്രാക്കിംഗ്. തൊട്ടപ്പുറം തന്നെ ഉണ്ടായിരുന്നെ പോളാർ ട്രാക്കിംഗ്. ഇതിപ്പം ഞാൻ പോളാർ ട്രാക്കിംഗ് 30 ഡിഗ്രീൻ്റെ പോളാർ ട്രാക്കിംഗ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൽ 30 ഡിഗ്രി എത്തുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു പച്ച ലൈന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 30 ഡിഗ്രി ലൈന് വരക്കാം. അതേപോലെ 60 ഡിഗ്രി എത്തുമ്പോൾ പിന്നെ അതേപോലെ ഒരു ലൈന് വരും. അപ്പോൾ 30, 60, 90 ഇതൊക്കെ ഈസി ആയിട്ട് വരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്, ഈ പോളാർ ട്രാക്കിംഗ്. അത് F10 അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പോളാർ ട്രാക്കിംഗ് ഓൺ ഓഫ് ആവും. അതേപോലെ F8 അടിച്ച് കഴിഞ്ഞാൽ ഈ ഓർത്തോ മോഡ് ഓൺ ഓഫ് ആവും. ഈ ഷോർട്ട് കട്ട് കീസ് എന്ത് ചെയ്യാം, മെയിനായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ലൈന് വരക്കുന്നു, അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു 45 ഡിഗ്രിയിൽ ഒരു 1000 mm നീളമുള്ള ഒരു ലൈന് വരക്കണം വിചാരിച്ചോ. 45 ഡിഗ്രിയിൽ 1000 mm ഉള്ള ഒരു ലൈൻ വരക്കണം. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റിൽ എന്ത് ചെയ്യുക, ഒരു ലൈന് വരക്കുക. ലൈന് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ അത് ടാബ് അടിക്കുക. ലൈന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിൽ ലൈൻ എടുക്കുക, ലൈൻ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് ടാബ് അടിക്കുക. ടാബ് അടിച്ചതിന് ശേഷം ആംഗിൾ 45 ഡിഗ്രി കൊടുക്കുക. പിന്നെയും ടാബ് ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് 45 ഡിഗ്രിയിൽ മാത്രം ലൈൻ വരും. ലൈന് 45 ഡിഗ്രിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൻ്റെ ലെങ്ത്തും കൂടി 1000 കൊടുത്താൽ എന്ത് ചെയ്യും, 1000 ലെങ്ത്തിൽ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏത് ലൈൻ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇതാണെന്ത് മെയിനായിട്ട് ഒരു ലൈനിൻ്റെ ഓപ്ഷൻസ്. അതുകൂടാതെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിച്ചും കൂടി ഉണ്ട് ഇവിടെ, സ്നാപ്പ് കേഴ്സർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പ്. ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈനിൻ്റെ എൻഡ് പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് എന്ത്, അല്ലെ എൻഡ് പോർഷൻ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടൊരു ലെങ്ത്, ഒന്നുമില്ല 2 എൻഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഒരു ടാൻജൻ്റ് ആയിട്ടുള്ള ലൈന്, ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈസിനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണെന്ത്, അല്ലെങ്കിൽ സ്വിച്ചാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഇവിടെ നോക്കാം, ഈ 2 എൻഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് പറയും, ഇവിടെ എൻഡിൽ കൊണ്ടുവച്ച് നമ്മളോട് പറയും ഇതെന്താ എൻഡ് പോയിന്റ് ആണെന്ന് പറയും. അതേപോലെ സെൻറ്ററിൽ കൊണ്ടുവച്ച് എന്ത് പറയും, മിഡ് പോയിന്റ് ആണെന്ന് പറയും. അതായത് ഇപ്പോൾ ട്രയാങ്കിൾ വരുന്ന എന്താണ്, മിഡ് പോയിന്റിന്റെ സിമ്പിളാണ്. അതേപോലെ എൻഡിൽ കാണിക്കുന്ന എന്താ, സ്ക്വയറിന് എന്തിൻ്റെ സിമ്പിളാ, എൻഡ്, ലാസ്റ്റ് ഒരു ലൈനിന്റെ എൻഡിനെ പറയുന്ന പേരാണ് എൻഡ് പോയിന്റ്. അപ്പം ഇതേപോലെ തന്നെ സർക്കിൾ വരക്കാം. നമുക്ക് സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട് സർക്കിളിന് വേണ്ടി എന്ത് ചെയ്യുക, സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുറത്തേക്ക് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട റേഡിയസ് എത്രയാണോ ആ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സർക്കിൾ 25 mm ഉള്ള ഒരു സർക്കിൾ വരക്കണമെങ്കിൽ എന്ത് ചെയ്യും, സർക്കിൾ വരും. അപ്പോൾ ഇതാണ് ലൈന്, സർക്കിൾ. ഇതൊക്കെ നമ്മൾ സാധാരണ പെയിന്റിലൊക്കെ വരക്കുന്ന പോലത്തെ സർക്കിളും ലൈനൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള. അതിനകത്ത് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ലൈനുണ്ട്, പോളി ലൈൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോളി ലൈൻസ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുക. അത് ഒന്നിലധികം ടൈപ്പ് ഓഫ് ലൈൻസ്, ഒരു ഹാഫ് സർക്കിൾ ഒക്കെ ഉള്ള ഒരു സർക്കിൾ ലൈൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ വരക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് പോളി ലൈൻ. അതേപോലെ ആ ഒരു ആർക്ക് വരക്കാൻ വേണ്ടിയാണ് ആർക്ക് എന്നുള്ള ഇതുപോലെ. അതേപോലെ സർക്കിളിനുള്ളിൽ എന്തുണ്ട്, ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂസിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആ സർക്കിളൊക്കെ പഠിക്കാം. അപ്പോൾ അതേപോലെ ഇനി ഇതിനുള്ളിൽ മോഡിഫൈ എന്ന് പറഞ്ഞ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഇതാണ് എന്ത്, മോഡിഫൈങ് കമാൻഡ്സ്. മോഡിഫൈങ് കമാൻഡ്സിൽ ഇതെന്താണ്, മൂവ് ചെയ്യാൻ വേണ്ടി, ഒരു സാധനത്തിന് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് മോഡിഫൈങ് മൂവ് എന്ന് പറഞ്ഞ കമാൻഡ്. മൂവ് കമാൻഡിന് വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ വരെ ക്ലിക്ക് ചെയ്യുക, ഏത് ഒബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യുക അതിനെ വരെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് സെൻറ്റർ അടിക്കുക, അതിൻ്റെ സെൻറ്റർ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക, ആ ഭാഗത്തേക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പോർഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ അടുത്ത പോർഷനാണ് ട്രിം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ട്രിം. ട്രിം എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് പോയ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രിം എന്നുള്ള കമാൻഡ് ഉപയോഗിക്കും. അപ്പോൾ ട്രിം കമാൻഡ് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യാം, അവിടുന്ന് ട്രിം അടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ സിസറിൻ്റെ ചിഹ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്തേ. അപ്പം ട്രിം കമാൻഡ് എന്ത് ചെയ്യാം, ട്രിം കമാൻഡ് ജസ്റ്റ് ട്രിം അടിച്ചാൽ എന്ത് ചെയ്യും, ട്രിം കമാൻഡ് ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ട്രിം കമാൻഡ് എടുക്കുക, അതിൻ്റെ എന്ത് ചെയ്യാം, ഇതേപോലെ പിന്നെ നെക്സ്റ്റ് ട്രിം കമാൻഡ് എടുത്ത് കഴിയുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ചെറിയ പോർഷനാണ് റിമൂവ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ ലൈനുമായിട്ടാണ് ടച്ച് ചെയ്യുന്നത് വെച്ചാൽ അതിൽ ആ ലൈൻസ് ഒക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഏതൊക്കെയാണ്, ഈ ഒരു ലൈന്, ഈ ഒരു ലൈൻ, ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, ഈ ലൈനെ ടച്ച് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ലൈനെ സെലക്ട് ചെയ്യുക, ട്രിം എന്നുള്ള കമാൻഡ് എടുക്കാം. നമുക്ക് വേണ്ട ലൈനിൻ്റെ മേലെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യും, ആ പോർഷൻ മാത്രം എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും. നമ്മൾ ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫുൾ ലൈന് പോകുമായിരുന്നു. അതേസമയം ചെറിയ പോർഷൻ മാത്രം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രിം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രോയിങ് വരച്ചു തുടങ്ങാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രോയിങ് വരച്ചു തുടങ്ങുന്നതിനും ഫസ്റ്റിൽ വേണ്ട എന്താ, ഒരു
യൂണിറ്റ് വേണം, അതേപോലെ ഒരു പേപ്പർ വേണം. നമ്മൾ ഏത് യൂണിറ്റിലാണ് വരക്കുന്നത് അത് ഫിക്സ് ചെയ്യണം. അതേപോലെ എന്താ നമ്മൾ ഏത് പേപ്പർ സൈസാണ് സെലക്ട് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്യുക, അതിനകത്ത് യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റിൽ ഓട്ടോകാഡിൻ്റെ ഏത് ഡ്രോയിങ് തുടങ്ങുമോ സ്റ്റാർട്ട് ഡ്രോയിങ് അടിച്ചതിന് ശേഷം എന്താ ചെയ്യണം, നിങ്ങൾ യൂണിറ്റും അതേപോലെ അതിൻ്റെ പേപ്പർ സൈസും. പേപ്പർ സൈസിന് പറയുന്ന പേരാണ് ലിമിറ്റ്. ഓട്ടോകാഡിൻ്റെ പിന്നെ പേപ്പർ സൈസിനെ പറയുന്ന വേറെ പേരാണ് എന്ത്, ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സൈസ് എത്ര ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഡ്രോയിങ്ങിന് വേണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ലിമിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രോയിങ് ആണ്, സ്റ്റാർട്ട് ഡ്രോയിങ് ആദ്യം അടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൽ കമാൻഡ്സിൽ ജസ്റ്റ് യൂണിറ്റ്സ് ടൈപ്പ് ചെയ്യുക. യൂണിറ്റ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ഡ്രോയിങ് യൂണിറ്റ്സ് കാണാം. ഇതിൽ ഡ്രോയിങ് യൂണിറ്റ്സിൽ ഡെസിമൽ സെലക്ട് ചെയ്യാം. സാധാരണ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിന് ഡെസിമലാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറ്. അതേപോലെ പ്രിസിഷന് 0 പൊസിഷൻ സാധാരണ എത്ര ഡെസിമൽസ് പോയിന്റ്സ് വേണം. അതായത് സാധാരണ അത് മില്ലിമീറ്റർ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറില്ല, 5.5 മില്ലിമീറ്റർ എന്ന് ഒരിക്കലും പറയല്ല. എന്ത് ചെയ്താൽ പൊസിഷൻ 0 സെറ്റ് ചെയ്താൽ മതി. അപ്പം ഇനി എന്തെങ്കിലും കൂടുതൽ ഹൈ പൊസിഷനൊക്കെ വേണ്ട ഡ്രോയിങ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് എക്സ്ട്രാ പൊസിഷൻ 0.00 അല്ലെങ്കിൽ 0. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, ഈ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. പിന്നെ അടുത്ത് ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് പറഞ്ഞു, ഡെസിമലും പൊസിഷനും. നെക്സ്റ്റ് അതേപോലെ ആംഗിളിന്റെ ഡെസിമൽ ഡിഗ്രീസും പൊസിഷൻ 0 ആണ് സാധാരണ എന്ത് ചെയ്യാറ് നമ്മൾ സെറ്റ് ചെയ്യാറ്. ഇവിടെ എന്താ ഏത് സ്കെയിലാണ് യൂസ് ചെയ്യേണ്ടത്, ഇവിടെ എന്തുണ്ട്, ഇഞ്ച് ഉണ്ട്, ഫീറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ മെഷീൻ ഡ്രോയിങ് ഒക്കെ നമ്മൾ ചെയ്യാറ് എന്തില്ല, മില്ലിമീറ്ററിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മില്ലിമീറ്റർ സെലക്ട് ചെയ്യാം. ഇതേപോലെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതെന്ത് ചെയ്യുക, ഇന്റർനാഷണൽ സെലക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ എന്തായി, നമ്മൾ യൂണിറ്റ് സെറ്റ് ആയി കഴിഞ്ഞു. ഏതൊക്കെയാണ് യൂണിറ്റ്, മില്ലിമീറ്റർ. അതേപോലെ മില്ലിമീറ്റർ ആണ് നമ്മളെ യൂണിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഓക്കെ അടിക്കുക. ഇനി ഏതെങ്കിലും പേപ്പറിന്റെ സൈസ് സെറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു A4 പേപ്പർ ആവാം, അല്ലെങ്കിൽ A3 പേപ്പറിന്റെ സൈസിലാവാം. ഏത് സൈസിലാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇതിലൊക്കെ ഒരു A3 പേപ്പറിന്റെ സൈസാണ് സാധാരണ ഇതിൽ എന്ത് കൊടുക്കാറ്, ലിമിറ്റ് കൊടുക്കാറ്. അപ്പോൾ ലിമിറ്റ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്ട്രക്ഷൻ വരും, കമാൻഡ് ലൈനിൽ ഇൻസ്ട്രക്ഷൻ വരും, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ലോവർ ലെഫ്റ്റ് കോർണർ എന്താ, ഈ എൻഡിനാണ് എന്താ പറയുക, ലോവർ ലെഫ്റ്റ് കോർണർ. അപ്പോൾ നമ്മൾ പേപ്പറിന്റെ സൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ ലോവർ ലെഫ്റ്റ് കോർണറിന്റെയും അപ്പർ റൈറ്റ് കോർണറിന്റെയും ലോവർ ലെഫ്റ്റ് കോർണറിന്റെയും അപ്പർ റൈറ്റ് കോർണർ. ലോവർ ലെഫ്റ്റ് കോർണർ പറഞ്ഞാൽ ഈ XY വരുന്ന പോർഷൻ ആയിരിക്കും. അപ്പർ റൈറ്റ് കോർണർ പറഞ്ഞാൽ ഈ ഒരു പോർഷൻ. പേപ്പർ ആണെങ്കിൽ ഒരു പേപ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എൻഡ് ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു പേപ്പറിന്റെ മേലെയും അറ്റം, അതാണ് എന്ത്, അപ്പർ റൈറ്റ് കോർണർ. ഈ രണ്ട് പോയിന്റിലെയും കോർഡിനേറ്റ്സ് XY കോർഡിനേറ്റ്സ് ആണ് നമ്മൾ എന്തായാലും കൊടുക്കുന്നത്, ഇതിൽ ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലോവർ ലെഫ്റ്റ് കോർണർ ഒരു ഗ്രാഫാന്ന് ചോദിച്ചു, ഗ്രാഫിന്റെ തുടക്കത്തിൽ എന്തായിരിക്കും, X ഉം Y കോർഡിനേറ്റ്സ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ 0,0 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് എന്താ, ഒരു A3 പേപ്പർ ആണെങ്കിൽ A3 പേപ്പറിന് എത്ര നീളം വീതി ഉണ്ടാവും, ഒരു A3 പേപ്പർ ആണെങ്കിൽ 420 mm നീളവും 297 mm വീതി ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂസ് എന്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കാണാം, നമ്മൾ നീല കളറിൽ കാണാം. നീല കളർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രണ്ട് വാല്യൂ കാണാം അല്ലേ, 420, 297 എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ പേപ്പറിന്റെ സൈസ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ സെറ്റ് ചെയ്ത പേപ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സൂം ചെയ്യണമെങ്കിൽ സെറ്റ് അടിക്കാം. അതായത് സെറ്റ് ചെയ്ത പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് എന്നുള്ള കമാൻഡ് അടിക്കുക. സെറ്റ് എന്നടിക്കുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, സൂം ഓൾ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഗ്രീൻ ലൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഗ്രീൻ ലൈനും അതേപോലെ ഒരു റെഡ് ലൈൻ. ഇപ്പം എന്തായാലും നമ്മൾ പേപ്പർ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രോയിങ് നേരത്തെ കണ്ട ഡ്രോയിങ് എന്ത് ചെയ്യാം, വരച്ച് നോക്കാം. ഫസ്റ്റിൽ എന്ത് ചെയ്യണം, ഒരു 70 cm ലൈൻ വരക്കണം. അവിടെ എന്ത് ചെയ്യണം, മേലേക്ക് 60 വരക്കണം. നമ്മൾ ആദ്യം ഒരു ബോക്സ് വരക്കും. ഇങ്ങനെ
അതായത് ഇതിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ മേലെ സെൻറ്ററിൽ എന്ത് ചെയ്യും, ഒരു സർക്കിൾ വരയ്ക്കുക ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ചെയ്യാം. ഫസ്റ്റിൽ എന്ത് ചെയ്തു, ഇവിടെ 90 ഡിഗ്രി ആക്കേണ്ടി ലൈൻ 90 ഡിഗ്രി ആക്കി എന്ത് ചെയ്തു, ഓർത്തോ എന്ന് പറഞ്ഞ കമാൻഡ് ഓൺ ചെയ്യുക. ജസ്റ്റ് എവിടെയെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. എത്രയാണ്, 70 mm ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ 70 ടൈപ്പ് ചെയ്യാം, ജസ്റ്റ് എൻ്റർ അടിക്കാം. അവിടുന്ന് മേലോട്ടേക്ക് എത്രയാണ്, 60 mm, 70 60 70 വരച്ചു, അവിടുന്ന് 60 വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 70 ഒന്ന് വരച്ചു. താഴോട്ടേക്ക് എന്ത് ചെയ്യുക, ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് പിന്നെ 60 അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റിനെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ കാണിക്കുക, അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി, നമുക്കൊരു പകുതി പോർഷൻ. ഇനി എന്താ വേണ്ട, അതിനകത്ത് 2 സർക്കിൾ വരക്കണം. ഇവിടെ ഒരു സർക്കിളും ഇവിടെ ഒരു സർക്കിളും വരക്കണം. ഇവിടെ ഈ ഉള്ള ലൈൻ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്ത് കളയുമാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ സർക്കിൾ എടുക്കുക, സർക്കിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ സെൻറ്റർ പോർഷനിലല്ലേ സർക്കിൾ വരുന്നത്. സെൻറ്റർ പോർഷനാണ് എന്ത് വരുന്നത്, സർക്കിൾ വരുന്നത്. 20-ലും 35-ലും, റേഡിയസ് 20, റേഡിയസ് 35. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മിഡ് പോയിന്റ് ട്രയാങ്കിൾ കാണിക്കുന്നതാണ് എന്ത്, മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റേഡിയസ് എത്രയാണ്, 1 റേഡിയസ് 20, 20 എന്ന് കൊടുക്കും. ഇപ്പോൾ ഒരു സർക്കിൾ വരും. അതായത് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൗസിൻ്റെ അകത്ത് നടുവിലൊരു സെൻട്രൽ വീലുണ്ട്, റൊട്ടേറ്റിംഗ് വീലുണ്ട്. ആ വീൽ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, സൂമിനും സൂം ഔട്ട് ആവും. അതേപോലെ എവിടത്തെങ്കിലും നീക്കി വെക്കണം വെച്ചോ, ഈ ഒരു ഫിഗറിനെ മൊത്തത്തിൽ സൈഡിലേക്കൊക്കെ നീക്കണമെങ്കിൽ, ഒന്ന് ജസ്റ്റ് പാൻ ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ റോളർ മൗസിൻ്റെ അകത്ത് റോളർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട പിന്നെ ഡ്രോയിങ് എന്ത് ചെയ്യും, സൈഡിലേക്ക് നീക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഹാൻഡിൻ്റെ ചിഹ്നമാവും, ആ ഹാൻഡ് ചിഹ്നം വെച്ചിട്ട് എന്ത് ചെയ്ത് പ്രസ് ചെയ്ത് നീക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർക്കിൾ വെച്ചു 20. അതേപോലെ ഇനി എന്ത് വേണം, ഒരു 35 ഒരു സർക്കിളും കൂടി വേണം. 35 എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, പുറത്തേക്ക് ജസ്റ്റ് വലിച്ചു വെക്കുക. ഒറ്റ പ്രാവശ്യം സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗസിനെ വെറുതെ വിടുക, ജസ്റ്റ് സൈഡിലേക്ക് വലിക്കുക. മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സൈഡിലേക്ക് വലിക്കുക. അത് ലൈന് വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ മൗസിൻ്റെ പോയിന്റ് ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് മൗസിനെ വെറുതെ വിടാം. എന്നിട്ട് ഏത് ഡയറക്ഷനാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. നമുക്ക് വേണ്ട പോയിന്റ് ക്ലിക്ക് പിന്നെ എന്ത് ചെയ്യുക, രണ്ടാമത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വാല്യൂ അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ ഇപ്പം സെൻറ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്തു, വലിച്ചു. നമ്മൾ വാല്യൂസ് ഇത്രയാണ് 35 എന്നുള്ള സർക്കിളാണ് വെക്കേണ്ടത്. ആ സർക്കിളിൻ്റെ വാല്യൂ കൊടുത്തു. എൻ്റെ എന്തായി, 2 സർക്കിൾ കിട്ടി അല്ലേ. അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെച്ചാണ്. അപ്പം ഇത് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട 2 സർക്കിളായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് വേണ്ട, ഈ ലൈൻ വേണം. ഈ ലൈൻ നമ്മൾ ഫിഗറിലുണ്ടാവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ കൂടാതെ ഈ ഹാഫ് സർക്കിൾ നമ്മളെ ഫിഗറിലല്ലോ ഇല്ല. ഈ ഹാഫ് സർക്കിൾ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഈ ഹാഫ് സർക്കിൾ മാത്രം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഫുൾ സർക്കിളായിട്ട് നമ്മൾ വരച്ചേ, അതിൻ്റെ ഒരു പോർഷൻ മാത്രം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രിം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ട്രിം. ട്രിം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക. മൊത്തം സെലക്ട് ചെയ്യാൻ എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രിം എടുക്കാം. ട്രിം എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ബോട്ടം പോർഷനിൽ നമുക്ക് വേണ്ടാത്ത പോർഷനെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, ട്രിം അടിച്ചാൽ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ആയിക്കോളും. ഇനി ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക.
പിന്നെ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇറേസ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ലൈനിൻ്റെ മേലെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ അടിച്ച് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഷേപ്പായി കിട്ടി. ഇനി ഇതൊന്ന് ജസ്റ്റ് എന്താ ഇതിൻ്റെ ഡയമെൻഷൻ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഡയമെൻഷൻ തന്നെ അനോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അനോട്ടിൻ്റെ അകത്ത് ഇവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതൊക്കെ പോർഷൻ വേണമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 70 mm വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ഇവിടെ അടുത്ത് എന്താ 60 ഡിഗ്രി അല്ലേ, 60 mm ഇത് രണ്ടും വന്ന് ഡയമെൻഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ സർക്കിള് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡയമെൻഷൻ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പെടുക, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഇവിടെ എന്ത് ചെയ്യുക, ഈ സർക്കിളാണോ മെഷർ ചെയ്യേണ്ടത് അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ജസ്റ്റ് അതേപോലെ അടുത്ത സർക്കിളിനെ വേറെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വെച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഡയമെൻഷൻ ചെയ്ത് കിട്ടും. ഇപ്പം എന്തായി, നമ്മളെ ഫിഗർ ഇതിൽ ഡയമീറ്റർ ആണ് സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഡയമീറ്റർ റെപ്രസെൻറ്റ് ചെയ്തത്. എന്തായി, നമുക്ക് വേണ്ട ഫിഗർ കിട്ടി. അപ്പം റേഡിയസ് തന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഡയമീറ്റർ തന്നെ റെപ്രസെൻറ്റ് ചെയ്തോളാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് പഠിക്കാം.